പ്രിയപ്പെട്ട കലാസ്നേഹികളെ, അഗാധ ശബ്ദസാഗരം കൊണ്ട് 5 പതിറ്റാണ്ടുകാലം നമ്മുടെ സംഗീത ജീവിതത്തെ സമ്പന്നമാക്കിയ ഭാവഗായകൻ പി ജയചന്ദ്രനും വാക്കുകളുടെ മായാജാലത്തിലൂടെ നമ്മുടെ സാഹിത്യത്തെയും സിനിമയെയും സമ്പന്നമാക്കിയ മലയാളത്തിൻ്റെ പുണ്യം MT വാസുദേവൻ നായരും ഈ അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞു. ഓർമ്മകളുടെ സുഗന്ധവുമായി സ്മൃതി എന്ന സെഗ്മെൻ്റാണ് അടുത്തതായി. ലയലാസ്യഭാവങ്ങളോടെ നൃത്താഞ്ജലിയുമായി ലക്ഷ്മി സുജിത് നായർ വേദിയിലെത്തുമ്പോൾ ആസ്വദിക്കാം ആത്മാവിൽ ആദരവിൻ്റെ കൂപ്പുകൈകളുമായി. ഈ നൃത്താഞ്ജലി ഇവിടെ പൂർണ്ണമാകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ആദരവ് ഈ പ്രതിഭകൾക്ക് സമർപ്പിക്കാം. ഇവർ രണ്ടുപേരും ഒരുമിച്ച നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ മലയാളത്തിൻ്റെ പ്രിയ കവി ONV കുറുപ്പ് കോറിയിട്ടതുപോലെ മുഖം വരയ്ക്കുവാൻ മുതിരുമ്പോൾ 2 മുഖങ്ങൾ ഒന്നൊന്നായി തെളിയുന്നു മുന്നിൽ. കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നിന്നാലും വന്നതാണോ, മാനത്തു നിന്നാലും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ. നിന്റെ നീരാട്ടുകടവിലെ വരങ്ങളായി ഞാൻ വിടർന്നുവെങ്കിൽ ഇന്ദ്രനീലാഭതും മലർവിഴിയുമായി സുന്ദരി അങ്ങനെ ഞാൻ ഇണങ്ങുമല്ലോ. നിന്മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമൂറും മലർവല്ലി വിരിമാറി പടരുമല്ലോ. സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു, ഏതു രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു. വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു സഖി, ആരുണർത്തുന്നു. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്തു നീ, എന്തു ചെയ്തു നീ.
മുഖം വരയ്ക്കുവാൻ മുതിരുമ്പോൾ രണ്ട് മുഖങ്ങളൊന്നൊന്നായി തെളിയുന്നു മുന്നിൽ. വിരലുകൾ കത്തും തിരികളാവുന്നു, ഒരു ചിത നെഞ്ചിൽ എരിഞ്ഞു കാളുന്നു. ഒരു നിശാഗന്ധി പൊലിയും യാമമായി, ഒരു മൗനം തേടി മൊഴികൾ യാത്രയായി, ഒരു മൗനം തേടി മൊഴികൾ യാത്രയായി.